നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ ചെയ്യാൻ നമ്മള് ഞങ്ങള് ജസ്റ്റ് ഒന്ന് വെളിയിൽ പോകാം കേട്ടോ, ചുമ്മാ നടക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ഞാനും ബെന്നിസും കുട്ടിസും കൂടെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് കുറച്ച് മാളുകളൊക്കെ ഉണ്ടല്ലോ, ഒരു സഫാരി മാളുണ്ട്, ലുലു മാളുണ്ട്, അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ 3 മാളിൽ ഏതെങ്കിലും ഒരു മാളിലേക്ക് പോകാനാണ് മനസ്സിലുള്ളത്. ലുലുവിലേക്ക് പോകാനല്ലേ ബെന്നിസേ? പക്ഷെ ചുമ്മാ ജസ്റ്റ് നടക്കാൻ വേണ്ടി പോകട്ടോ, ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല. സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി കുറച്ച് വാങ്ങിച്ചിട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, അതായത് ഇന്ന് വൈകിട്ടത്തേന്, ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട് ഈവനിങ്. അപ്പോൾ വൈകിട്ടത്തേന് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുമെങ്കിലേ ലുലുമാളിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം നമുക്ക് ഇവിടുന്ന് നടന്നാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇല്ല, 10 മിനിറ്റ് വേണ്ട നമുക്ക്. 10 മിനിറ്റിൻ്റെ ആ ഒരു ദൂരമേ ഉള്ളൂ അവിടെ പോകാനായിട്ട്, 10 മിനിറ്റിനുള്ളിലായിട്ട്. അപ്പം ജസ്റ്റ് ഞങ്ങൾ 3 പേരും കൂടെ ജസ്റ്റ് നടക്കുകയാണ്. നടന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക, തിരിച്ചു പോരുക. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ? പൊന്നസേ പോയാലോ നമുക്ക്? പോലെ നടന്ന്. അപ്പൊ ശരി, നമുക്ക് കാണാം അല്ലേ? അത് ഇപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഒരു പ്ലെയിൻ അതിനുള്ള പോകുന്നുണ്ട്.
അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ലുലു മാളിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കുറെ സാധനമൊക്കെ വാങ്ങിച്ചു കേട്ടോ. ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതല്ലേ പൊന്നൂസേ. പക്ഷെ വാങ്ങിച്ചു വന്നപ്പോ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ നമുക്ക് എന്താ പറയാ, ഇന്ന് വൈകിട്ട് എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നില്ലേ. അതുകൊണ്ട് വൈകിട്ടത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഞങ്ങൾ ലുലുമാളിൽ പോയിട്ട് എന്താ കഴിക്കാൻ വാങ്ങിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. കപ്പ. പിന്നെന്താ പൊന്നൂസേ? ചിക്കൻ പൊരിച്ചത്. പൊന്നൂസിന് ചിക്കൻ പൊരിച്ചത്, പിന്നെ ചിക്കൻ കറി. പിന്നെന്താ പൊന്നൂസേ? സാമ്പാർ. ഇത് ഞങ്ങൾ ഉച്ചക്കത്തെ സാമ്പാറുണ്ട്. പിന്നെ വേറെ 2-3 സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചായിരുന്നല്ലോ. മറ്റേ ഇത് ഉപ്പിലിട്ടത്. അയ്യോ അതെന്തേ? എടുത്തിട്ട് വാ. പപ്പായ എടുത്തുണ്ട്. ഞങ്ങള് വേറെ കുറച്ച് സാധനങ്ങളോടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ടത് ഉപ്പിലിട്ടത്. ഒലിവ് കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതെ, ഇത് ഒലിവ് ഉപ്പിലിട്ടത്. പിന്നെ ഇത് പേരയ്ക്കായും നമ്മുടെ ക്യാരറ്റും കൂടെ ഉപ്പിലിട്ടത്. പിന്നെ ഇത് നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത്. ഇതെല്ലാം ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ വാങ്ങിച്ച കേട്ടോ, കൊതി കൊണ്ട് വാങ്ങിച്ച. അപ്പോഴേ എന്താണ് നമ്മൾ കഴിക്കാൻ പോവാ. ഭയങ്കര വിശപ്പാണ് കേട്ടോ. സമയം 9:30, രാത്രി 9:30 സമയം. കഴിഞ്ഞല്ലേ? നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടി ഒന്ന് കഴിക്കട്ടെ. ലുലുവിലെ കപ്പയുടെ ചിക്കൻ കറിയുടെ ഒക്കെ ടേസ്റ്റ് എന്താണെന്ന് അറിയട്ടെ. അവര് പൊട്ടിച്ചടി തുടങ്ങി കേട്ടോ. ആണോ? ഞാനൊരു പീസ് കഴിക്കട്ടെ. പഴുത്തല്ല, ഈ ചനച്ചു തുടങ്ങുന്ന മാങ്ങ ഉണ്ടല്ലോ, വിളഞ്ഞ്. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം അല്ലേ? അല്ല ഇങ്ങനെ ഇരുന്ന് കൊള്ളാം കേട്ടോ. സൂപ്പറാ കേട്ടോ, നല്ല ടേസ്റ്റ്. രാത്രിയിൽ ഇതൊക്കെ തിന്നിട്ട് പ്രശ്നം. പിന്നെ കഴിക്കാം. പേരക്കാടെ ഒക്കെ നമ്മള് പിന്നെ കഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കൊളാബറേഷൻ ആയി കഴിഞ്ഞാലേ പിന്നെ കഴിക്കാം. പിന്നെ അവിടെ ഒലിവുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കാം. ആപ്പിളോ? അങ്ങനെ തോന്നുന്നേ ഒലിവ് സൂപ്പറാ. ഞാനും ഒരു ഒലിവ് കഴിക്കട്ടെ. ഒലിവ് സൂപ്പറാ. കുരു എടുത്തിട്ടുള്ള ഒലിവ്. ഇതിനകത്ത് വരുന്ന കുരു ഉണ്ടല്ലോ, കുരു എടുത്തതിന് ശേഷമുള്ള ഒലിവാണ്. അടിപൊളി, സൂപ്പർ. അപ്പോൾ എന്താണ് ഞങ്ങളെ കഴിക്കാൻ പോകുക. കപ്പയും ചിക്കനും ഒക്കെ അങ്ങോട്ട് തകർക്കാൻ പോവാ. അല്ലേ മനസ്സേ? കഴിച്ചാലോ? വിശന്നിട്ട് വയ്യ. വിശക്കുന്നുണ്ടോടാ? ഈ കപ്പയുടെ പേരുണ്ടല്ലോ, കാന്താരി കപ്പ. കാന്താരി കപ്പ എന്ന് പറയുമ്പോ എന്താണ്? കാന്താരിയാണ് ഇട്ടേക്കുന്നത്. ടേസ്റ്റ് കാന്താരിയുടെ ഉണ്ട്. കാന്താരി കപ്പയാണ്. നല്ല നല്ല കുഴഞ്ഞിരിക്കുന്ന കപ്പ. കാന്താരിയുടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അല്ലേ? പൊന്നൂസിന് വന്നോ കാന്താരിയുടെ സ്മെല്ല്? ടേസ്റ്റ് ചെയ്ത് നോക്കടാ. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇച്ചിരി കഴിക്കും പൊന്നൂസ്. അത്ര അല്ലേ പൊന്നൂസേ? പൊന്നൂസിന് കാന്താരിയുടെ ടേസ്റ്റ് വന്നു, മണം വന്നില്ലേ? അല്ലേ? മണം വന്നതോ? കരിയാപ്പിലയുടെ മണമുണ്ട്. പൊന്നൂസിന്റെ ചിക്കൻ. അത് ഇത് പൊന്നൂസ് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് ചിക്കൻ കേട്ടോ. പൊന്നൂസിന്റെ ചിക്കൻ. ഇത് നമുക്ക് കിട്ടിയത് ചിക്കൻ കറിയാണ്. നമുക്ക് മീൻ കറി കിട്ടിയില്ല. ഒരു മീൻ കറി ഇല്ലായിരുന്നു. നമ്മൾ ചിക്കൻ കറി ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ചിക്കൻ കറി തൊട്ട് നോക്കിയാലോ?
നല്ല കറി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലുലുവിലെ കപ്പയും കാന്താരിയും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുകയാണ്. കപ്പ വേവിച്ചതും കാന്താരി കേട്ടോ. കാന്താരി കപ്പയും ചിക്കൻ കറി. കപ്പ വേവിച്ചതും ചിക്കൻ കറി സൂപ്പറാട്ടോ. നല്ല കറി, അടിപൊളി ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ്. സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ലൂസ് ആണേ, പക്ഷെ നല്ല ടേസ്റ്റ്. കപ്പ ലേശം ലൂസാണ്, വെള്ളം പോലാണ്. വെള്ളം അങ്ങനല്ല, ലേശം നല്ലോണം കുഴഞ്ഞു, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. അതെ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് അടിപൊളിയാ കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, സൂപ്പറാണോ? നമുക്ക് എന്ത് സാധനം നമുക്ക് ലുലു പോയി വാങ്ങിച്ചു കഴിഞ്ഞാണല്ലോ നമുക്കൊരു നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അതിൽ ലുലു എപ്പോഴും മുമ്പിൽ തന്നെയാണ്. എന്താണ് സൂപ്പർ അല്ലേ മനസ്സേ? ലുലുവിലെ കാന്താരി കപ്പയും ചിക്കൻ കറി അടിപൊളിയായി. പിന്നെ നമ്മള് പൊന്നൂസിന് വേണ്ടി വാങ്ങിച്ച ചിക്കൻ ഫ്രൈ, അതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 10 മിനിറ്റ് നടക്കാൻ ദൂരമേ ഉള്ളൂ ലുലുവിലോട്ട്. നിങ്ങൾ കാണല്ലോ, ലുലുവും സഫാരി എന്ന് പറയുന്ന മാളും അടുത്തെടുത്താ. രണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുക 2 മാളുകൾ. ഒന്നിന്റെ ഫ്രണ്ട് ഇവിടെ ആണെങ്കിൽ ഒന്ന് അപ്പുറത്തും. നീ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ സഫാരി മാളിൽ പോകുന്ന ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ എന്താണെങ്കിലേ ഞങ്ങള് കൂടുതൽ വിശേഷങ്ങളൊന്നും ഇനിയും പറയുന്നില്ല അല്ലേ മനസ്സേ? നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഇറങ്ങാത്തൊന്ന് കഴിക്കട്ടെ, കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പൊ എന്താണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കുറേ പുതിയ ആളുകൾ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനായിട്ട് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമായി നമുക്കത് കണ്ടത് അല്ലേ മനസ്സേ? അല്ലേ, നമ്മൾ പോലും അറിയാത്ത നമ്മുടെ കൂട്ടുകാർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ വലിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രചോദനം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. തൽക്കാലം ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ വലിയ കമൻസുകളൊക്കെ പറയുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്നുപോലും മിസ്സാകാതെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് മീൻസ് നമ്മുടെ ഇവിടെയുള്ള താമസങ്ങളും കാര്യങ്ങളോ ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യമുള്ള ആളുകൾ, നമ്മുടെ റെൻറ്റിൻ്റെ കാര്യങ്ങൾ, റൂമിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് അയച്ചാൽ മതി, നമുക്ക് അതിന് മറുപടി തരാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ് അല്ലേ മനസ്സേ? നിർത്തുകയാണ് മനസ്സേ? അപ്പോൾ ഞങ്ങൾ നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ.